അമ്മ പുറത്ത് വായി നോക്കാൻ പോയപ്പോൾ ഒരു മുതുക്കൻ ചീനിയൊക്കെ ആയിട്ട് വന്നു. എന്നാൽ പിന്നെ അതിനെ വെട്ടിക്കണ്ടിട്ട് കയറ്റാം. അപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഗായ്സ്. അതെല്ലാം കൂടെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കർഷകശ്രീ താത്ത കോരി നോക്കിയിട്ട് പറഞ്ഞത് ആണ്ട്ര ഇത് പൊട്ടുപോലെ വേവുന്ന ചീനിയാണ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് ഒഴിക്കാൻ വേണ്ടി നല്ല മുതുക്കാനായിട്ടുള്ള ചൂര കഷ്ണങ്ങളാണ്. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വാരിയല്ലോ. അതാണ്ട് ഈ കാണുന്ന സാധനങ്ങളല്ല കേട്ടോ നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് എന്തെടുക്കാം, നമ്മുടെ മുളക് മല്ലിയെല്ലാം മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഉലുവാപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് 2-3 കഷ്ണം എന്തിട്ട് കൊടുക്കണം, നമ്മുടെ കൊച്ചുള്ളി, അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്യാസ് കത്തിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞ് വാരി പോകത്തതേ ഉള്ളൂ. എല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ആർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സഡ് ജാറിലിട്ട് ഇതെല്ലാം കൂടെ നല്ല മെഴുകു പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, നമ്മുടെ കൊച്ചുള്ളി കൂടെ നമ്മുടെ ഇടികലായിട്ട് നല്ല ഒരു ഇടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചട്ടി വെച്ചെടുക്കുക, എണ്ണ ഒഴിക്കുക, അതിലോട്ട് നമ്മുടെ ഉലുവ പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ എണ്ണ മൂത്തതിന് ശേഷം ഉലുവ പൊട്ടാനിടാൻ പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ അതിനകത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആരും ഇട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ഇട്ടിട്ട് പരീക്ഷ നോക്കിയിട്ട് എന്നെ ഒന്ന് അഭിപ്രായം പറയണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക്, നമ്മുടെ വാളംപുളി, അതുപോലെ ചുമന്ന കളർ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാവേ. ഈ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മൾ അരപ്പോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ വെള്ളമൊക്കെ ആക്കിയെടുക്കുക. വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ പച്ച കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അത് അവിടെ നിന്ന് തിളക്കട്ടെ നല്ലപോലെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 കഷ്ണം അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വറക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ അതിലോട്ട് നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ പച്ച കരിയാപ്പില ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങ് മാറ്റി വെക്കാം. ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. അതിൻ്റെ കൂടെ എനിക്ക് എന്തായാലും ഈ ചീനി ഇന്നുമ്പോൾ ഒരു മെഴുക്കുവരട്ടി അത്യാവശ്യമാണ്. ആ മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് എന്താണ്, നമ്മുടെ പാവയ്ക്ക. അതെല്ലാം കൂടെ മെഴുക്കി എടുത്തതിന് ശേഷം നമ്മൾ അപ്പുറത്ത് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിക്കകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വറുത്തങ്ങോട്ട് എടുക്കാം. അത് നല്ലപോലെ മൊരിയട്ടെ. ഉമ്മ പറയുന്നത് ഞാൻ കരിച്ചാണ് എടുക്കുന്നത്, നീ കാർബണാണ് ഈ തിന്നുന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പൊരിച്ചിട്ടേ പോരെ. അതിനുശേഷം നമ്മുടെ പാത്രം എടുക്കുക, നമ്മുടെ പുട്ട് പോലെ വേണ്ട ചീനി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മെഴുക്കുവരട്ടി ഇട്ട് കൊടുക്കുക, നമ്മുടെ കാർബൺ കഷ്ണങ്ങളെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ കറിയിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ ഞെടി എല്ലാം അങ്ങോട്ട് വെച്ച് നല്ല മൊഴി വരാൻ അങ്ങോട്ട്